രാഗിൻ തുടരുന്നുണ്ട്. രാഗിൻ ഇപ്പോൾ വിവിധ പ്രതികൾ അവരെ ശിക്ഷയിൽ കനിവുണ്ടാകണം, ഇളവ് കൊടുക്കണം, പരമാവധി കുറഞ്ഞ ശിക്ഷ നൽകണം എന്നാവശ്യപ്പെടുകയാണ്. കുടുംബങ്ങളുണ്ട്, അവർക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അച്ഛനും അമ്മയുമുണ്ട്, അവരുടെ ഏക ആശ്രയം തുടങ്ങിയ വാദങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇപ്പൊ പ്രദീപിന്റെ വാദം നടക്കുകയാണ്. തീർച്ചയായും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് കുടുംബ പശ്ചാത്തലം, കുടുംബത്തിൽ അമ്മ മാത്രമേ ഉള്ളൂ, മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ തുടങ്ങിയ വാദഗതികളാണ് പ്രതികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തങ്ങൾക്ക് പരമാവധി ശിക്ഷ കുറച്ച് കിട്ടണം എന്നതാണ് അവരുടെ ആവശ്യം. ഇത്തരത്തിൽ ഈ ക്രൂരകൃത്യം അരങ്ങേറിയപ്പോഴും ഇത് തന്നെയായിരുന്നു അവരുടെ പശ്ചാത്തലം. അപ്പോൾ അത് ഒന്നും ആലോചിച്ചില്ല എന്നുകൂടി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ടുണ്ട്. എന്തായാലും ഇതിനുശേഷം പ്രതിഭാഗം ഇപ്പോൾ വാദഗതികൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇപ്പോൾ 6ാം പ്രതി ആണ് കോടതിക്ക് മുന്നിൽ, അതായത് പ്രദീപാണ് തന്റെ ആവശ്യങ്ങൾ കോടതിക്ക് മുന്നിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം തുടങ്ങിയിരിക്കുന്നു. പ്രോസിക്യൂഷൻ പ്രധാനമായും സ്വാഭാവികമായിട്ടും വാദിക്കുക പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നതാണ്. ഈ വിധി ഒരു സന്ദേശം തന്നെ ആയിരിക്കണമെന്ന വാദഗതികളായിരിക്കും സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ മുന്നോട്ട് നിരത്തുക. എന്തായാലും 6 പ്രതികൾക്ക് പറയാനുള്ള കാര്യവും കോടതി കേട്ടു. ഇതൊക്കെ കോടതി നോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം ഈ കേസ് പരിഗണിക്കുന്നതിന് മുൻപ് കോടതി ചില മുന്നറിയിപ്പും നൽകിയെന്നത് കൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് ഇത്തരത്തിൽ ഈ ജുഡീഷ്യൽ നടപടിയെ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല എന്ന കർശന നിലപാട് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അത് അഭിഭാഷകരായാലും മാധ്യമങ്ങളായാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതൊരു മുന്നറിയിപ്പാണ് എന്ന കാര്യം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ജഡ്ജിക്കെതിരായ വിമർശനങ്ങളിലും കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. അതായത് ഈ വിധി അല്ലെങ്കിൽ കുറ്റക്കാരൊക്കെ അല്ല എന്ന കാര്യം കണ്ടെത്തിയ ശേഷം ഒട്ടനവധി പരമാവധി ശിക്ഷയാണ്. പരമാവധി ശിക്ഷ, ബലാത്സംഗ കുറ്റത്തിന് പരമാവധി ശിക്ഷ, അതായത് ജീവപര്യന്തം ഈ കുറ്റവാളികൾക്ക് നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം.